മോർണിംഗ്. അത് നമ്മളിപ്പോൾ വട്ടവടയാണ് ഉള്ളത് കേട്ടോ. അതോടെ ഒരു രാവിലെ 10 മണിയായി. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ ഒരു വീഡിയോ എടുത്തെങ്കിലും അത് കറക്റ്റ് ആയില്ല. കാരണം തണുപ്പൊക്കെ വന്നിട്ട് മൊബൈല് ക്യാമറമേ ഇങ്ങനെ ബ്ലറായിട്ട് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഇപ്പോഴും നല്ല തണവാണ്. എന്നാലും കാന്തൂസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ആ സ്പെഷ്യൽ എന്നറിയാനായിട്ട് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വട്ടവടയുള്ള ഒറിജിൻ സോയിൽ റിസോർട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോണത്. നല്ലൊരു വലിയൊരു മലയാണ്. പിന്നെ അങ്ങോട്ട് താഴേക്ക് ഭയങ്കര താഴ്ചയാണ്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ബീൻസ്, നമ്മുടെ അവിടുത്തെ ബീൻസ് അല്ല, കുറച്ചും കൂടെ പ്രോട്ടീൻ കണ്ടൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വില കൂടിയതാണ്. ഇവിടെ ലോക്കൽസിൽ കിട്ടും, പക്ഷെ നമ്മുടെ അവിടെ വലിയ സൂപ്പർ മാർക്കറ്റിലേക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിവിടെ കൃഷി ചെയ്തപ്പോൾ ഉണങ്ങി നിൽക്കുകയാണ്. ഇത് കൃഷി പൊട്ടിച്ചതാണ്, എന്നാലും ഉണ്ട് കുറേശ്ശായിട്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ റൂംസിൻ്റെ റെൻറ്റും പിന്നെ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള സർവീസും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ റിസോർട്ടിൻ്റെ ചുറ്റും അപാര ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. നല്ല കാണാനായിട്ടും എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ് വട്ടവട കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോണത് നമ്മുടെ ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ കിച്ചൺ നമുക്ക് ഒരു അവൈലബിൾ ആണ്. കിച്ചണ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഒരു എക്സ്ട്രാ ചാർജും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കിച്ചൺ കേട്ടോ. അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. പൈപ്പ് വെള്ളം മറ്റെല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ കിച്ചൺ വരുന്ന ചാർജ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. നമുക്ക് അവിടെ ഫുഡ് അറേഞ്ച് ചെയ്യാനും ഫുഡ് റെഡി ആക്കി കൊണ്ടുവന്നാലും ചൂടാക്കാനും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കിച്ചൺ അവർ ഓക്കെയാണ്. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. റൂംസിലേക്ക് കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ റൂമിൽ ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള വ്യൂ കേട്ടോ. ഇതെവിടെ താഴെ 4 റൂമുകളാണുള്ളത്. താഴെ 4 റൂമുകളിൽ ഓരോ റൂമിലും 3 പേര് വെച്ച് കയറി പറ്റുമെന്നാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, ഈ റൂമിൽ ആരെയും കാണുന്നില്ല, നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇവിടെ താഴത്തെ ഒരു റൂമിൽ ആളുണ്ട്, പക്ഷെ ആള് പുറത്തെന്തോ വാഷ് ചെയ്യാൻ പോയിക്കാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് താഴെയുള്ള റൂം കേട്ടോ. ഈ റൂമിൽ ഒരു 3 പേർക്ക് കിടക്കാം എന്നാണ് പറയണേ. ഇതാണ്. പിന്നെ താഴെ ഇറങ്ങി വരുമ്പോൾ മഴ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വേണമെങ്കിൽ മഴ കൊള്ളാം. ഇതാണല്ലോ, ഇവിടെ ഓപ്പണാണ്. ഒരു 4 മോഡലാണ് നമ്മുടെ ഈ റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ താഴെ ഒരു റൂമുണ്ട്, പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, പിന്നെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി മുകളിൽ കയറിയിട്ട് കാണാം. ഇത് കണ്ടോ, ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ മുകളിലായാലും വുഡ്. ഇപ്പോൾ നമ്മുടെ ഈ താഴെ ചെയ്തിരിക്കുന്ന ഭിത്തി എന്ന് പറയുന്നത് സിമൻ്റ് അല്ല, അത് എന്താ പറയുക, ഒരു മണ്ണാണ്. മണ്ണിൽ ഒരു വൈക്കോലിൽ ചെളി തേമ്പി പിടിപ്പിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഈ ചുമരൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമ്മുടെ മുകളിലേക്ക് കയറി പോകുമ്പോൾ അതെ കയറി പോകുന്ന സ്റ്റെപ്പുകൾ പോലും വുഡാണ്. നമ്മുടെ ഇവിടെ തന്നെ കാണുന്ന മരം കൊണ്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് ഫുള്ള്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അകത്തും ഫുൾ തണവാണ്, ഒരു രക്ഷയില്ല. പുറത്തേക്കാളും അകത്താണ് ഫുൾ തണവ്. പിന്നെ അതാ നമ്മളിപ്പോൾ മുകളിൽ കയറി, മുകളിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. പോവാ. പിന്നെതാ ഞങ്ങൾ മുകളിൽ താമസിച്ച റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണമുള്ള ആൾ വരികയാണെങ്കിൽ മുകളിലുള്ള റൂം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുകളിലത്തെ റൂമിൽ 4 പേർക്ക് കിടക്കാം. ഇതാ ഈ സൈഡിൽ 2 പേർക്ക് കിടക്കാം, പിന്നെ ഇതാ ഇപ്പുറത്തെ സൈഡിലും 2 പേർക്ക് കിടക്കാം. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ ഷെൽഫൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാം, അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഏറ്റവും ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ കിടക്കുന്ന ആ വിൻഡോ ഓപ്പൺ ചെയ്താൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പാര വ്യൂ ആണ്, ഒരു രക്ഷയില്ല. രാവിലെ നമ്മൾ റൂമിൽ എനിട്ടിരുന്നാൽ നമുക്ക് അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ റൂമാണുള്ളത്, 3 റൂമിൽ. അപ്പോൾ ബാക്കി റൂംസിൽ ആളുള്ളത് കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാലും ഇപ്പം ഞാൻ കാണിച്ച റൂം പോലെ തന്നെയാണ് ബാക്കി 2 റൂമുകൾ കേട്ടോ. പിന്നെ അത് കൂടാതെ ടെൻ്റ് ഉണ്ട്. ടെൻറ്റിൽ 2 പേർക്കാണ് ആകെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടെൻറ്റിൻ്റെ ഇൻസൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഇൻസൈഡ്. ടെൻറ്റിൽ നമുക്ക് 2 പേർക്ക് കിടക്കാം. 2 പേർക്കെന്നുള്ളത് നമ്മൾ പിള്ളേർ സെറ്റ് വരികയാണെങ്കിൽ വേണമെങ്കിൽ 3 പേർക്ക് കിടക്കാം. കണ്ടോ, നല്ല കമ്പിളിയൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പാണ്. അതുപോലെ പുതയ്ക്കാനായിട്ട് നല്ല അടിപൊളി കമ്പിളി ഉണ്ട്. ഞാൻ കിടന്നത് ഇതില്ല കേട്ടോ. പിന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ ചാർജ് വരുന്നത് 750 രൂപയാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഈ റൂംസ് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. ഇപ്പോൾ താഴെ ആയാലും മുകളിലായാലും 3500 റൂംസിന് വരുന്നത്. ഇതിപ്പോൾ താഴത്തെ റൂംസ് എന്ന് പറയുമ്പോൾ 3500 വരുന്നത് അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ മുകളിലത്തെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, അത് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വേണം എന്നുള്ളവർക്ക് താഴെ എടുക്കാം, അല്ലാത്തവർക്ക് മോഡലാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല, എന്തായാലും വരുന്നവരുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ നമ്മുടെ ഈ 3500 വരുന്ന അവരുടെ മറ്റ് സർവീസുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഫയർ ഡാൻസ് ആൻഡ് മ്യൂസിക് അത് ഉണ്ട്. അതാണ് ഇന്നലെ ഞാനൊക്കെ ഇപ്പോൾ അതിൽ തീ കത്തിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ 3500 വരുന്ന വേറെ സർവീസ് എന്ന് പറയുന്നത് ഒരു ട്രക്കിംഗ് ഉണ്ട്, ഒരു 2 hour ട്രക്കിങ്. അതായത് 1 സൈഡ് 1 hour അങ്ങനെയാണ് 2 hour പറയുന്നത്. അപ്പോൾ അത് ഇവർ തന്നെ ഇവരുടെ വണ്ടിയിൽ അറേഞ്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മലയിലേക്കാണ് അവർ ട്രക്കിംഗ് എന്ന് പറയുന്നത്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല, ആൾ പറഞ്ഞു. പിന്നെ അത് കൂടാതെ ഇവിടെ തന്നെ ഈ വഴിക്ക് കുറച്ചും കൂടെ പോകുമ്പോൾ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോവാം. അത് വരുന്നവരുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ വേറെ എന്ത് സർവീസാണ് അല്ലെങ്കിൽ വേറെ എന്താണ് ഇവിടെ കാണാനുള്ളത് എന്ന് പറഞ്ഞാൽ അവർ പറയും. അപ്പോൾ നമുക്ക് ട്രക്കിങ് വേണമെങ്കിൽ നമുക്ക് ട്രക്കിങ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മറ്റ് സർവീസുകൾ വരുന്നത്. അപ്പോൾ വട്ടവട വരികയാണെങ്കിൽ ഈ റിസോർട്ട് എന്തുകൊണ്ടും അടിപൊളിയാണ്. കാരണം വേറെ ഒന്നുമില്ല, മറ്റ് ശല്യങ്ങളൊന്നുമില്ല. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഒരു സിറ്റി അല്ല, സിറ്റിയിൽ നിന്നും മാറി കുറച്ച്
അധികം ആൾക്കാരില്ല, എന്നാൽ ആൾക്കാരുണ്ട്. ചെറിയ കട, 1-2 കടകൾ അവിടെ ഉണ്ട്, ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ കടയിൽ പോയി വാങ്ങിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ മറ്റു കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ വേണമെങ്കിൽ അവിടെ കുറച്ച് നേരം ഇറങ്ങിയിരിക്കുക, വർത്തമാനം പറയാൻ എല്ലാ പരിപാടികളുണ്ട്. പിന്നെ കുട്ടികൾ വരികയാണെങ്കിൽ ഓടിക്കളിക്കാനും കുറച്ച് അത്യാവശ്യം സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വട്ടവട പോകുന്നവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ നമ്പർ, കോണ്ടാക്ട് നമ്പർ അവരെ അയച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കാന്തൂസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. അപ്പോൾ എന്താണ് ആ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ, കാന്തൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവർക്ക് വട്ടവടയുള്ള ഒറിജിൻ സോയിൽ റിസോർട്ടിൽ താമസിക്കാനായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന 3500 രൂപ റൂം റെൻറ്റ്, അത്രയും പൈസ വരില്ല എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. കാന്തൂസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ഗീവ് അവേ വീഡിയോ ആണ്. അപ്പോൾ ഈ ഗീവ് അവേ കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ഇത്രമാത്രം: 1, കാന്തൂസ് വേൾഡിൻ്റെ സബ്സ്ക്രൈബർ ആവുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.